ഹായ്, എല്ലാവർക്കും ചെമ്പരത്തിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ കരഞ്ഞുകൊണ്ട് കല്യാണി തൃച്ചംബരത്ത് നിന്നും പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയും ശ്രീനിയുമാണ്. ശ്രീനി ഇരുന്ന് ചിരിക്കുകയാണ്. പ്രിയങ്ക ചോദിക്കുകയാണ്, എന്താ ശ്രീനിയേട്ടാ ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കുന്നത്? അല്ല പ്രിയങ്കെ, ഞാൻ ഓർക്കുകയായിരുന്നു, എന്തു പ്രകടനവും എന്തൊക്കെ പ്രഹസനവുമായിരുന്നു ആ രാജരാജേശ്വരിക്ക്. നമ്മളെയൊക്കെ വിറപ്പിക്കുകയല്ലായിരുന്നോ? പ്രിയങ്ക പറയുകയാണ്, എല്ലാ വിറപ്പിക്കലും ഒറ്റ ബുള്ളറ്റിൽ പര്യവസാനിച്ചു. അവര് ഗംഗയുടെ കരണത്തടിച്ചപ്പോഴേ അവരുടെ ആ ജാതകം ഞാൻ കീറി. ചത്ത ജാതകം ഇനി പരിശോധിച്ചിട്ടെന്താ കാര്യം? പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് നന്ദിയുണ്ട്. തൃച്ചംബരം തകർത്തിട്ടാണ് അവരാ പോക്ക് പോയത്. അന്നേരം പ്രിയങ്കയുടെ ഫോണിലേക്ക് വിലാസിനി വിളിക്കുകയാണ്. പ്രിയങ്ക പറയുന്നു, ദേ തൃച്ചംബരത്തെ പുതിയ മഹാറാണി വിളിക്കുന്നു. ശ്രീനി പറയുകയാണ്, ചെങ്കോലും കിരീടവും അണിഞ്ഞ് മഹാറാണിയുടെ കോസ്റ്റ്യൂംസും ധരിച്ച് സ്വന്തം മുറിയിൽ റിഹേഴ്സൽ ചെയ്യുകയായിരിക്കും. എടുക്ക്. ഹലോ ആന്റി. പ്രിയങ്കെ, ഇവിടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇവിടെയുള്ളവരുടെ കാഴ്ചപ്പാടിൽ അഖില കത്തിത്തീർന്നു. ആന്റിക്ക് ഇന്ന് ആഘോഷരാത്രിയാണല്ലേ? ആന്റി ആ കഥക് ചാരിയിട്ട് ഒരു ആനന്ദ നൃത്തം ചവിട്ട്, അല്ലെങ്കിൽ ബോധം കെടുവോളം ലഹരി മോന്ത്. അതൊന്നും ഇല്ലാതെ തന്നെ ഞാൻ വല്ലാത്തൊരു ലഹരിയിലാണ് പ്രിയങ്കെ. കത്തി അമരുന്ന ചന്ദന തടികളോടൊപ്പം പച്ച മാംസം കത്തുന്ന ഗന്ധം കൂടി ഉള്ളിലേക്ക് വലിച്ചെടുക്കുമ്പോൾ ആഹാ, പ്രത്യേക ഒരു ലഹരി. ഭരിച്ചത് അഖിലയാണെന്ന് ഞാനങ്ങ് വിശ്വസിക്കുകയാണ്. തൽക്കാലത്തേക്കാണെങ്കിലും ഈ ലഹരി തന്ന നിനക്ക് 1000 നന്ദി. ചെമ്പരത്തിന്റെ സിംഹാസനത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ മുകളിൽ തൂങ്ങിയാടുന്ന ആ വാള് കൂടി മാറ്റണം. ആന്റി എന്താ ഉദ്ദേശിച്ചത്? നീ ആനന്ദരാത്രി, ഉന്മാദരാത്രി എന്നൊക്കെ പറയും. ഞാൻ അത് കേട്ട് ആനന്ദിക്കുകയും ചെയ്യും. പക്ഷേ ഞാൻ ഞെട്ടിവിറയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. യഥാർത്ഥ അഖില തിരികെ വരുമോ? അവര് എവിടെ ഉണ്ടെന്നെങ്കിലും നീ കണ്ടുപിടിച്ചോ? അക്കാര്യമോർത്ത് ആന്റി ഭയപ്പെടേണ്ട. അഖില ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. നാളെ മറ്റൊരു അജ്ഞാത ശവമായിട്ട് ഏതെങ്കിലും കായലിലോ കടലിലോ പൊങ്ങും. പറഞ്ഞാൽ പോരെ പ്രിയങ്കെ, ഉടനെ തന്നെ അത് നടപ്പാക്കണം. പക്ഷേ അഖിലയുടെ ഒരു ശവം കൂടി പൊങ്ങിയാൽ അത് ആപത്തല്ലേ? ആന്റി, ഞാൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം. അജ്ഞാത ശവശരീരം അത് ഒരിക്കലും അഖിലയാണെന്ന് ആരും തിരിച്ചറിയാൻ പോകുന്നില്ല. ഏറ്റുവാങ്ങാൻ ബന്ധുമിത്രാദികൾ വരാതാകുമ്പോൾ സർക്കാർ ചിലവിൽ ഏതെങ്കിലും പൊതുശ്മശാനത്തിൽ കത്തിയമരും. ബലികർമ്മങ്ങൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് ആത്മാവിന് പോലും ശാന്തി കിട്ടാതെ അലഞ്ഞു തിരിയും. പ്രിയങ്കെ, നീ അറിയാത്ത മറ്റൊരു കാര്യം കൂടി ഉണ്ട്. കല്യാണി ഇവിടെ വന്നിരിക്കുന്നു. എന്നിട്ട് ഞാൻ അവളോട് അവളുടെ ഉദരത്തിൽ ജീവൻ തുടിക്കുന്നില്ലെന്നും കാരണക്കാരൻ ശിവരാമകൃഷ്ണനാണെന്നും പറഞ്ഞു. ഗുഡ്, നന്നായി ആന്റി. വിലാസിനി ആന്റി ശകുനിക്ക് മന്ദരയിൽ ഉണ്ടായതാണെന്ന് പറയുന്നതൊക്കെ വർക്കൗട്ട് ആകുന്നുണ്ട്. ഇനി അവളുടെ പ്രതികാരാഗ്നി ശിവരാമനെ ദഹിപ്പിക്കട്ടെ. നമുക്ക് ഗാലറിയിലിരുന്ന് കൈയടിക്കാം. ശരി, എല്ലാം നമുക്ക് അനുകൂലമാകാൻ നിന്റെ നാഗദൈവങ്ങളെ ഒന്ന് പ്രീതിപ്പെടുത്തണേ. ശരിയെന്നും പറഞ്ഞ് വിലാസിനി ഫോൺ കട്ട് ചെയ്യുകയാണ്. ശ്രീനി ചോദിക്കുകയാണ്, എന്താ പ്രിയങ്കെ? തൃച്ചംബരത്തെ പുതിയ മഹാറാണിക്ക് ഭയം. ഒറിജിനൽ അഖില തിരിച്ചു വരുമോ എന്ന്. തിരിച്ചുകൊണ്ട് ശ്രീനി പറയുകയാണ്, അരക്കില്ലത്തിനകത്തെ സിംഹാസനമാണെന്ന് പാവം തിരിച്ചറിയുന്നില്ലെന്നോ? പ്രിയങ്ക പറയുകയാണ്, പേടിക്കേണ്ട ശ്രീനിയേട്ട, 4 പാടുമല്ല 8 ദിക്കിലേക്കും പടയെ അയച്ചിട്ടുണ്ട് ഞാൻ. ദൂതന്മാരെ എവിടെയുണ്ടെങ്കിലും അവരെ പിന്നീട് കാണിക്കുന്നത് TV ന്യൂസാണ്. തെന്നിന്ത്യയിലെ പ്രമുഖ വ്യവസായിയും ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഉടമയുമായ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ നടന്നു. ന്യൂസ് കാണുന്നത് അഖിലയാണ്. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ജീവകാരുണ്യ പ്രവർത്തകയായ അഖിലാണ്ടേശ്വരിക്ക് 2018 സരോവർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വേളിക്കായലിൽ ദുരൂഹ സാഹചര്യത്തിൽ മൃതദേഹം കാണപ്പെടുകയായിരുന്നു. ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ളത് ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല. അഖിലാണ്ടേശ്വരിയുടെ ഡ്രൈവറായിരുന്ന ദാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അഖിലാണ്ടേശ്വരിക്ക് നേരെയും സംശയത്തിന്റെ നിഴലുകൾ വീണിട്ടുണ്ട്. ദാസിന്റെ മരണം ഒരു അപകട മരണമല്ലെന്നും ആസൂത്രിതമായ ഒരു കൊലപാതകമായിരുന്നു എന്നും ആരോപിച്ച് ദാസിന്റെ മകൾ കല്യാണി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ ന്യൂസ് തന്റെ ലാപ്ടോപ്പിൽ കാണുകയാണ് അഖിലാണ്ടേശ്വരി. അന്നേരം ഗുരുജി അവിടേക്ക് വരികയാണ്. ന്യൂസ് വീണ്ടും തുടരുകയാണ്. IG ജിതേന്ദ്രവർമ്മയുടെ നേതൃത്വത്തിൽ അന്വേഷണം വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ഗുരുജിയെ കൊണ്ട് നമസ്കാരം പറയുകയാണ് അഖില. ഗുരുജി പറയുകയാണ്, ത്രിസന്ധ്യ സമയത്ത് സ്വന്തം മരണവാർത്ത കേൾക്കുന്നത് ഭാഗ്യം തന്നെയാണ് അഖില. കാതുകളിൽ സ്വന്തം മരണവാർത്ത മുഴങ്ങിക്കേട്ടാൽ ആയുർദൈർഘ്യം കൂടുമെന്നാണ് ചൊല്ല്. അത്ഭുത വിദ്യകൾ ചമയ്ക്കാനുള്ള അവന്റെ തിരുവിളയാട്ടത്തിനു മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കാനേ നരജന്മത്തിനാകൂ. അല്ലെങ്കിൽ തന്നെ ജീവിച്ചിരിക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ് ഈ ഭൂമിയിൽ നിറയെ. മനുഷ്യരിൽ ഏറിയ പങ്കും ജീവിക്കുകയല്ലല്ലോ, നേടാൻ വേണ്ടിയുള്ള നെട്ടോട്ടമല്ലേ, എത്തിപ്പിടിക്കാൻ വേണ്ടിയുള്ള പാച്ചിൽ. എല്ലാ മാനുഷിക മൂല്യങ്ങളെയും കാൽക്കീഴിൽ ചെവിട്ടിമെതിച്ച് എല്ലാം സ്വന്തം കൈപ്പിടിയിലൊതുക്കാനുള്ള മനുഷ്യന്റെ മുന്നേറ്റം.
മനുഷ്യന്റെ പകയോട്ടം. അപ്പോൾ അർത്ഥപൂർണമായ ജീവിതം നയിച്ച അഖിലയ്ക്ക് അഭിമാനകരമാണ് ഈ വാർത്ത. മരണാനന്തര ജീവിതം നയിക്കാനുള്ള ഒരു ഭാഗ്യം. അഖില പറയുകയാണ്, ഗുരുജി പറഞ്ഞത് ഒരർത്ഥത്തിൽ ശരി തന്നെയാണ്. ഞാൻ മരിച്ചാൽ കിട്ടുന്ന ഔദ്യോഗിക ബഹുമതികളും കത്തി അമരാനെടുക്കുന്ന ചന്ദനമുട്ടികളുടെ എണ്ണവുമൊക്കെ അറിയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ സായുജ്യം തന്നെയാണ്. ഗുരുജി പറയുകയാണ്, പൊയ്മുഖങ്ങൾ അറിഞ്ഞവരാണ് ഇനി മനോഹരമായ ഒരു പൊയ്മുഖവും അണിഞ്ഞ് ജീവിത നാടകശാലയിലെ അരങ്ങുകളിൽ നായകനും നായികയും പ്രതിനായകനും ഒക്കെയായി ആടിക്കൊണ്ടിരിക്കുന്നു. വിചിത്രം തന്നെയാണ് ഈ പ്രപഞ്ച ജീവിതം. എന്നാലും ഗുരുജി, എന്റെ മരണവാർത്തയിൽ ആടിപ്പോയവരും ഉണ്ടാകും. അതിൽ ചിലർക്കൊക്കെ ഉറങ്ങാൻ കഴിഞ്ഞില്ലെന്നും വരും. കുടുംബത്തെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ മരണവാർത്ത അറിഞ്ഞപ്പോഴല്ല ഉറക്കം പോയത്. അഖില ഇവിടെ എത്തിയ അന്നു മുതൽ ആ ചിലരുടെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ശിവരാമകൃഷ്ണന്റെ. ഒരർത്ഥത്തിൽ ഇതൊരു ഒളിച്ചോട്ടം തന്നെയല്ലേ ഗുരുജി? ഇവിടെ വന്ന അന്ന് എന്നെ തേടി പോലീസ് അവിടെ എത്തി. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇരുമ്പഴിക്കുള്ളിലായേനെ. തെളിവുകളെല്ലാം എനിക്കെതിരായിരുന്നല്ലോ. അഖില ഇതിനെ ഒരിക്കലും ഒരു ഒളിച്ചോട്ടമായി കാണരുത്. എല്ലാം സർവേശ്വരന്റെ ഓരോ തീരുമാനങ്ങൾ. അവന്റെ ആജ്ഞാനവർത്തികളായി മുന്നോട്ടു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. വിദേശികളായ ഭക്തർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഈ പ്രാർത്ഥനാലയം അഖിലയ്ക്ക് രക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ അതും ദൈവനിശ്ചയം. മരണപ്പെട്ട അഖില ഇനി പ്രത്യക്ഷപ്പെടുമ്പോൾ അത് പ്രേതമാണോന്ന് ആദ്യം കരുതും. വിശ്വസിപ്പിച്ചെടുക്കാൻ സമയം വേണ്ടിവരും. പിന്നെ നിയമപാലകർക്കും മാധ്യമപ്രവർത്തകർക്കും ആ പ്രത്യക്ഷപ്പെടൽ ഒരു കോളിളക്കം തന്നെ ആയിരിക്കും. ആനന്ദിനെയും കല്യാണിയെയും ആർക്കും കുറ്റം പറയാൻ കഴിയില്ല, അഖിലയ്ക്ക് പോലും. കാരണം അവർ സംശയിച്ചതും പരാതിപ്പെട്ടതും സത്യം തന്നെയാണ്. അവനറിയാകുന്ന അവന്റെ അമ്മയാകാൻ രാജരാജേശ്വരിക്ക് കഴിഞ്ഞില്ല. തന്റെ അച്ഛന്റെ മരണത്തിന് ഉത്തരവാദി അഖിലയാണ്. കല്യാണി തെറ്റിദ്ധരിച്ചതല്ല, വ്യക്തമായ തെളിവുകൾ ഉള്ളതുകൊണ്ടാണ്. ആദ്യം ചെയ്യേണ്ടത് ആ തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഗുരുജി പറഞ്ഞത് ശരിയാണ്. പക്ഷെ അതിനെനിക്ക് ഇനിയും സമയം വേണം. ആവാം, പക്ഷേ സമയം ആർക്കു വേണ്ടിയും കാത്തിരിക്കാറില്ല, അതോർക്കുക. അത്രയും പറഞ്ഞ് ഗുരുജി അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് തൃച്ചംബരമാണ്. അവിടെ സങ്കടപ്പെട്ട് അഖിലയുടെ ഫോട്ടോയിൽ നോക്കിയിരിക്കുകയാണ് അരവിന്ദ്. നന്ദനയെ കണ്ട അരവിന്ദ് കണ്ണീർ തുടയ്ക്കുകയാണ്. എന്താ അരവിന്ദ്, ഇവിടെ വന്നിരിക്കുകയാണോ? ഉറങ്ങാൻ പറ്റുന്നില്ല അല്ലേ? അരവിന്ദ് പറയുകയാണ്, നല്ല ചോദ്യം. ചീതകത്തി അമർന്നില്ല. കഴിഞ്ഞതൊക്കെ മനസ്സിലിങ്ങനെ തികട്ടി വരികയാണ്. നിനക്കുറക്കം വരുന്നുണ്ടല്ലേ? നിനക്കുറങ്ങാൻ പറ്റും. കാരണം മരിച്ചത് നിന്റെ അമ്മയല്ലല്ലോ, അമ്മായി അമ്മയല്ലേ? എന്നെ പ്രസവിച്ച അമ്മയാണ് അത്. ഞാൻ നന്നാവാൻ വേണ്ടി എന്നെ തല്ലിയും താലോലിച്ചും വളർത്തിയ എന്റെ പെറ്റമ്മയാണ്. ഇനി ആ അമ്മയില്ല. ആ സത്യം ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയുന്നില്ല നന്ദന. വിക്കി വീണ്ടും അരവിന്ദ് പറയുകയാണ്, ബ്രോയോട് ആദ്യമായിട്ടാണ് ഞാൻ. അപ്പോഴേക്കും നന്ദന ചോദിക്കുന്നു, എന്താ അരവിന്ദ് ഇത്? ഞങ്ങൾ എത്ര സ്നേഹത്തിലാ കഴിഞ്ഞതെന്ന് നിനക്കറിയാമല്ലോ. എനിക്ക് എന്റെ ജീവനായിരുന്നു എന്റെ ബ്രോ. ആ ഞാൻ തന്നെ. അതിനുശേഷം ആനന്ദും അരവിന്ദും തമ്മിലുള്ള പഴയ കളിതമാശകളൊക്കെ ആലോചിക്കുകയാണ്. വീണ്ടും അരവിന്ദ് പറയുകയാണ്, എടി ബ്രോയ്ക്ക് കല്യാണിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാം മറന്ന് എന്റെ അമ്മയെ പോലെ മറന്ന് കൂടെ നിന്ന് നടത്തിക്കൊടുത്തവനല്ലേ ഞാൻ. ഇതൊക്കെ കേട്ടുകൊണ്ട് ശിവരാമകൃഷ്ണൻ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി വരികയാണ്. എന്നിട്ട് ആ കല്യാണി തന്നെ അമ്മയ്ക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് എന്റെ അമ്മ. അല്ലാന്ന് നിനക്ക് പറയാൻ പറ്റുമോ? നന്ദന പറയുകയാണ്, മണൽപ്പരപ്പിൽ എത്രയൊക്കെ ആഴത്തിൽ ചവിട്ടിയാലും മറ്റൊരു തിരവരെ മാത്രം ആയുസ്സുള്ള കാൽപ്പാടുകളാണ് നമ്മൾ. പുതിയ തിരയിൽ അത് എന്നേക്കുമായി പാഞ്ഞു പോകും. അതുപോലെ പല നഷ്ടങ്ങളെയും വിധി എന്ന് പറഞ്ഞ് ആശ്വസിക്കേണ്ടി വരും നമുക്ക്. അരവിന്ദ് പറയുകയാണ്, വിധി, ദാസേട്ടന്റെ ദുർമരണം, തൃച്ചംബരത്തെ ചാപിള്ളയുടെ മരണം, ഇതിന്റെയൊക്കെ ശാപമാണ് അനുഭവിക്കുന്നത്. ഇതൊക്കെ കേട്ട് ശിവരാമകൃഷ്ണൻ സ്റ്റെപ്പിൽ തന്നെ നിൽക്കുകയാണ്. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി എന്തെല്ലാമാണ് വരാൻ പോകുന്നതെന്ന് ആർക്കറിയാം? എന്താ അരവിന്ദ് ഇത്? വരാനുള്ളതൊന്നും വഴിയിൽ തങ്ങില്ല എന്ന് നേരിടുക, സഹിക്കുക, ക്ഷമിക്കുക. നമുക്കതേ ചെയ്യാൻ പറ്റൂ. നന്ദന, ബലിച്ചോറുരുട്ടി വെച്ച് ഈ കൈകൊട്ടി വിളിച്ചാലൊന്നും ബലിക്കാക്ക വരില്ല. പാപത്തിന്റെ അന്നം രുചിക്കാൻ വേലിക്കാക്കകൾ വരെ മടിക്കും. ശാന്തി കിട്ടാതെ അലയും എന്റെ അമ്മയുടെ ആത്മാവ്. എടി, സ്നേഹിക്കാൻ അറിയാം, പക്ഷെ അമ്മയ്ക്ക് സ്നേഹം അഭിനയിക്കാൻ അറിയില്ലായിരുന്നു. അരവിന്ദ്, നിന്റെ ഈ കൈകൾ കൂട്ടി വിളിച്ചാൽ ഏത് ബലിക്കാക്കയും വരും. കാരണം നിന്റെ കയ്യിൽ കറകളില്ല, നിന്റെ മനസ്സിൽ കളങ്കമില്ല. കല്യാണിയും ആനന്ദും ആന്റിക്കെതിരായി നിന്നപ്പോൾ ആന്റിയെ രക്ഷിക്കാൻ അവരുടെ കാല് പിടിച്ചവനാണ് നീ. അങ്ങനെയുള്ള നിന്റെ മനസ്സ് ആന്റിക്ക് നന്നായിട്ടറിയാം. എടി, ഇങ്ങനെ ഒരു നിമിഷം കൊണ്ട് അവസാനിപ്പിക്കാനാണോ അമ്മ ഈ പാരമ്പര്യവും പ്രൗഢിയുമൊക്കെ മുറുകെ പിടിച്ചത്? ചെമ്പരത്ത് അഖിലാണ്ടേശ്വരി ആത്മഹത്യ ചെയ്യുമോ? അതോ ഇനി ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കഥകളുണ്ടാകുമോ? അതല്ല, ബിസിനസ്സിൽ നഷ്ടങ്ങൾ നേരിടുമ്പോൾ അത് നികത്താൻ പല മാർഗങ്ങളും ഉണ്ട്. പക്ഷേ ഈ നഷ്ടം എങ്ങനെയാണ് നികത്താൻ പറ്റുക? എടി, നീ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഈ നിമിഷം എനിക്ക് ഭ്രാന്ത് പിടിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് അരവിന്ദ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. താങ്ക് യു.